നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 6. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു പെൺകുട്ടി ഒരു സോഫയിൽ കിടന്നുറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ്. അവളുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ആ ശബ്ദം കേട്ട് അവൾ പതുക്കെ കണ്ണ് തുറക്കുന്നു. ആള് നല്ല ഹാങ് ഓവറിലാണ്. ഇന്നലെ അടിച്ച് പൂസായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവൾ പതുക്കെ എഴുന്നേറ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവളുടെ കൂട്ടുകാരിയാണ് വിളിച്ചത്. അപ്പോഴാണ് അവൾ എവിടെയാണെന്നുള്ള ബോധം അവൾക്ക് വരുന്നത്. അത് അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓഫീസാണ്. ആ ഓഫീസ് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഭിത്തിയിൽ ഫോർ എവർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് അവള് ഞാൻ പിന്നെ വിളിക്കുക പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ മേശയുടെ പുറകിലായി ഒരു കാല് കാണുന്നു. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അത് അവളുടെ ബോസായ എലൈനായിരുന്നു. എലൈൻ തറയിൽ മരിച്ചു കിടക്കുകയാണ്. അവളുടെ വയറ്റിൽ ഒരു ട്രോഫി കുത്തി കയറിയിട്ടുണ്ട്. അത് കണ്ട ആ പെൺകുട്ടി ഞെട്ടുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്ന കൊലപാതകം എലൈന്റെ ആണ്. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗനെയാണ്. കുട്ടികളെ ലുഡോ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ അവളുടെ വീടൊന്ന് ഡീപ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരഡക്ക് അവളെ ഫോൺ വിളിച്ചിട്ട് മെറ്റ്കെയർ എന്നൊരു സ്ഥാപനത്തിൽ ഒരു കൊല നടന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, അവളോട് എത്താൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ തലേന്നൊരു പാർട്ടി നടന്നിരുന്നു. മെറ്റ്കെയറിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കാൻ കാരഡക്ക് ആ കമ്പനിയിലെ സെക്യൂരിറ്റി ലേഡിയോട് പറയുന്നുണ്ട്. അവൾ ഓക്കെ പറഞ്ഞു പോകുന്നു. മെറ്റ്കെയർ കുട്ടികൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എലൈൻ അവരുടെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടിവിയിൽ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ കാരഡക്ക് മോർഗൻ ഓഫീസ് മുറിയിലേക്ക് ചെല്ലുന്നു. ഡാഫ്നിയും ഓസും അവിടെയുണ്ട്. ഡാഫ്നി അവർക്ക് എലൈന്റെ ബോഡി കാണിച്ചു കൊടുക്കുന്നു. അവളുടെ വയറ്റിൽ കുത്തിക്കയറിയിരുന്ന ട്രോഫി ഫീമെയിൽ ഇന്നവേറ്റർ ഓഫ് ദി ഇയർ 2024 എന്ന അവാർഡ് എലൈന് തന്നെ കിട്ടിയ ട്രോഫിയായിരുന്നു. ഭിത്തിയിൽ ഒരു മാഗസിനിൽ വന്നിരുന്ന എലൈന്റെ ഒരു കവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് ആരും ഇടിച്ചു പൊട്ടിച്ചതായിരിക്കും എന്ന് കാരഡക്ക് പറയുന്നു. അപ്പോൾ ഭിത്തിയിൽ എഴുതിയിരുന്ന ഫോർ എവർ കണ്ടിട്ട് ഇതെന്തോ മെസ്സേജ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ കാരഡക്ക് ബോഡി ഓട്ടോപ്സിക്ക് അയക്കി അതുപോലെ ആ ട്രോഫിയിൽ നിന്ന് ഫിംഗർ പ്രിന്റ് കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് 911 വിളിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എവിടെയെന്ന് ഓസിനോട് ചോദിക്കുന്നു. അടുത്ത സീനിൽ കാരഡക്ക് മോർഗനും അവളെ ചോദ്യം ചെയ്യുകയാണ്. അവളുടെ പേര് സാമന്ത. 4 വർഷമായിട്ട് അവൾ എലൈന്റെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കതൊന്നും ഓർമ്മയില്ല. അടിച്ച് പൂസായിരുന്നു എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല, വല്ലപ്പോഴും ഉള്ളൂ. പക്ഷെ അടുത്തിടെ ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം എന്ന് സാമന്ത പറയുന്നു. അപ്പോൾ എലൈനെ കുറിച്ച് നിനക്കറിയുന്ന വിവരങ്ങളെല്ലാം പറയാൻ മോർഗൻ പറഞ്ഞപ്പോൾ സാമന്തയുടെ റോൾ മോഡൽ ആയിരുന്നു എലൈൻ. ചെറുപ്പം മുതൽ അവളുടെ വീഡിയോ എല്ലാം സാമന്ത കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം അവൾ എലൈന്റെ അടുത്ത് ജോലിക്ക് അപേക്ഷിച്ചു. അവൾക്ക് ജോലി കിട്ടി. പക്ഷെ അത് ഉദ്ദേശിച്ച തരത്തിലുള്ള സുഖമുള്ള ജോലി ആയിരുന്നില്ല. എങ്കിലും സാമന്ത എലൈന്റെ ഒപ്പമുള്ള ജോലി തുടർന്നു. അപ്പൊ കാരഡക്ക് അപ്പോൾ നിനക്ക് എലൈന്റെ ഒപ്പമുള്ള ജോലി ഇഷ്ടമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അവളൊരു വിഷണറി ആയിരുന്നു എന്ന് സാമന്ത പറയുന്നു. അതായത് ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു എലൈൻ. അങ്ങനെ പറഞ്ഞിട്ട് സാമന്ത പെട്ടെന്ന് നോട്ടം മാറ്റി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുന്നു, ഒരു ഫേക്ക് സ്മൈൽ. മോർഗൻ അത് നോട്ട് ചെയ്തിട്ട് സാമന്ത നീ ഡുഷൈൻ സ്മൈലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. സാമന്ത ഇല്ല എന്ന് തലയാട്ടിയപ്പോൾ മോർഗൻ അത് വിവരിക്കുന്നു. ഡുഷൈൻ സ്മൈൽ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള ചിരിയാണ്. അങ്ങനെ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചെറുതാകും, അതായത് ആ ചിരി കണ്ണ് വരെ എത്തും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാനാം സ്മൈൽ. അത് വന്നത് പാൻ അമേരിക്കൻ എയർവേസിൽ നിന്നാണ്. അതായത് ഈ ഫ്ലൈറ്റ് അറ്റൻഡർമാർ ഓരോ പാസഞ്ചേഴ്സിനും നൽകുന്ന ചിരി അതൊരു ഫേക്ക് ചിരിയാണ്. കാരണം അവരത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ആ ചിരിയിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല. അതുപോലെയുള്ളൊരു ചിരിയാണ് നീ ഇപ്പോൾ ചിരിച്ചത്. അതിനർത്ഥം നീ ഇപ്പോൾ നിന്റെ ബോസിനെ കുറിച്ച് അഭിനന്ദിച്ച് പറഞ്ഞാലും തെറ്റാണെന്ന് മോർഗൻ പറയുന്നു. അത് കേട്ട് സാമന്ത വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് അവൾ വേറെ കുറെ കാര്യങ്ങൾ കൂടി പറയുന്നു. എലൈന്റെ ഒപ്പമുള്ള ജോലി അത്ര ഈസി ആയിരുന്നില്ല. പുതിയ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിനോട് അടുക്കും തോറും സ്ട്രെസ് കൂടി വന്നു. എലൈൻ ആണെങ്കിൽ എന്തോ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പോലെ തോന്നി. ഓഫീസിന്റെ വാതിലിന് പുതിയ ലോക്കൊക്കെ പിടിപ്പിച്ചു. എല്ലായിടത്തും അവളുടെ കണ്ണും കാതും എത്തണം എന്ന പോലെയായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറഞ്ഞ് ഞങ്ങൾക്ക് സ്ട്രെസ് തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ കാരഡക്ക് പെട്ടെന്ന് എത്രയെന്ന് വെച്ച ഒരാൾ സഹിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സാമന്ത ടെൻഷനായി. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കാരഡക്ക് വിശ്വസിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി തന്റെ റോൾ മോഡലിന്റെ അടുത്ത് ജോലിക്ക് കയറിയിട്ട് അവിടെ അവൾക്ക് നരകം പോലെ ആയാൽ കൊലപാതകത്തിന് ചിലപ്പോൾ അതൊരു മോട്ടീവ് ആയിരിക്കില്ല എന്നാണ്. അവനത് മോർഗനോടും പറയുന്നുണ്ട്. അപ്പോൾ മോർഗൻ ആ ക്രൈം സീനിൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഒന്നുകൂടെ നോക്കണം എന്ന് പറയുന്നു. എന്നിട്ട് അവൾ സാമന്തയുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാണ്. ഗൂഗിളിൽ അവളുടെ ലാസ്റ്റ് സെർച്ച് ഹിസ്റ്ററി നോക്കിയപ്പോൾ അത് ഇന്നലെ രാത്രി 10:20 പക്ഷെ എന്താണ് ടൈപ്പ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ചുമ്മാ കുറെ ലെറ്റേഴ്സ്, ഈ ജിബറിഷ് ഒക്കെ പോലെ. ഒരുപക്ഷെ അവൾ അടിച്ച് പൂസായതുകൊണ്ട് ശരിക്കും ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം എന്ന് പറയുന്നു. അപ്പൊ കാരഡക്കിന് സാമന്ത കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മരുന്ന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവനത് മോർഗന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവനൊരു ഡയറി മേശപ്പുറത്തുനിന്ന് കിട്ടുന്നു. അതിലൊരു പേജിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അടിയിൽ കുറെ പടങ്ങളും വരച്ചിട്ടുണ്ട്. അതിന്റെ താഴെ മൂലയിലായിട്ട് ഒരു സ്ത്രീയുടെ പുറകിൽ വേറൊരു പെൺകുട്ടി അവളെ കുത്താനായിട്ട് കത്തി പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സാമന്തയെ ചോദ്യം ചെയ്യാനായിട്ട് LAPD ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ സാമന്തയ്ക്കൊന്നും ഓർമ്മയില്ലെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ സാമന്തയെ വിട്ടയക്കുന്നില്ല. അപ്പൊ ചീഫ് എലൈന്റെ ഭർത്താവ് എറിക്കിനെ കാണാനായിട്ട് കാരഡക്കിനോടും മോർഗനോടും പറയുന്നു. അങ്ങനെ അവർ എറിക്കിനെ ചെന്ന് കാണുന്നു. എറിക്ക് പറയുന്നത് 10 മണി വരെ അവനും പാർട്ടിയിലുണ്ടായിരുന്നു. എലൈൻ വീട്ടിൽ
വീട്ടിൽ വരാതിരുന്നപ്പോൾ വിചാരിച്ചത് പാർട്ടി കഴിഞ്ഞ് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരിക്കും, അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ എലൈനെ കുറിച്ച് കൂടുതൽ പറയാൻ കാരഡക്ക് പറഞ്ഞപ്പോൾ എലൈൻ മെഡിക്കൽ പഠനം നിർത്തിയിട്ടാണ് ഹെൽത്ത് കെയർ ബിസിനസ് ആരംഭിക്കുന്നത്. എറിക് ആയിരുന്നു ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതും, കാരണം അവൾക്ക് അത്രയ്ക്കും പാഷൻ ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പോൾ എലൈന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ എലൈൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരുപാട് ആളുകൾ സഹായിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വഴിയിൽ ആരെങ്കിലും വന്നാൽ അവൾ അവരെല്ലാം അവളുടെ വഴിക്ക് കൊണ്ടുവരുമായിരുന്നു. പിന്നെ ജോലിക്കാരെ എല്ലാം ശരിക്കും പ്രഷർ ചെയ്യുമായിരുന്നു എന്ന് എറിക് പറയുന്നു. അപ്പോൾ മോർഗൻ ജോലിക്കാരിൽ ആർക്കെങ്കിലും അവൾ മരിച്ചു കാണാൻ ആഗ്രഹമുള്ളവർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അവരോട് തന്നെ ചോദിച്ചു നോക്കേണ്ടി വരും എന്ന് എറിക് പറയുന്നു. അവിടുന്ന് കാണിക്കുന്നത് LAPD ഓഫീസാണ്. മോർഗൻ അവിടെ ചിപ്സ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അവളെ പരിചയപ്പെടുന്നു. അവന്റെ പേര് ടോം, അവിടുത്തെ പുതിയ ക്ലീനിങ് സ്റ്റാഫാണ്. അവൻ മോർഗനോട് ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു, നീ ചിപ്സ് എടുത്ത് കൈകൊണ്ട് പിടിച്ച് ആ ഗ്ലാസ് ഡോറിൽ അതിന്റെ കറ പിടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അത് ഞാനാണെന്ന് നിനക്കെങ്ങനെ തോന്നിയെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ആ കറ ഓറഞ്ച് കളറിലാണെന്ന് ടോം പറയുന്നു. അപ്പോൾ അവൾ അവളുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരുന്ന ചിപ്സിന് ആ കളറായിരുന്നു. എങ്കിലും അവൾ സമ്മതിച്ചു കൊടുക്കാൻ മനസ്സിലാതെ അവനോട് വെറുതെ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുകയാണെങ്കിൽ നിന്നോട് പറയാമെന്ന് പറയുന്നു. ടോം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മോർഗൻ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നീട് ഡാഫിനി എലൈൻ ഇന്നലെ രാത്രി ഒരു ക്യാഷ് ചെക്ക് എഴുതിയിട്ടുണ്ട് $45,620 എന്ന് എല്ലാവരോടും പറയുന്നു. അപ്പോൾ ചീഫ് എലൈന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് ആരാണത് വിഡ്രോ ചെയ്തിരിക്കുന്നത് നോക്ക്, അതേപോലെ ഈ ഫോറെവർ എന്ന് അവിടെ ഭിത്തിയിൽ എഴുതിയത് എന്താണെന്ന് മനസ്സിലായി എന്ന് ചീഫ് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഐഡിയയും ഇതുവരെ ഇല്ല. അപ്പോൾ മരണസമയം അറിഞ്ഞു എന്ന് ചീഫ് ചോദിച്ചപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അതേപോലെ തന്നെ ആ ട്രോഫിയിലുള്ള ഫിംഗർ പ്രിന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അന്ന് രാത്രിയിൽ അവിടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും എത്തുന്നു. അവരങ്ങോട്ടേക്ക് വിളിപ്പിച്ചതായിരുന്നു. പിന്നീട് അവർ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വാൻഡ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അവളൊന്നൊരു പാട്ട് പാടിയിരുന്നു. അവൾ പറയുന്നത് എലൈന്റെ ഓഫീസിൽ നിന്നും ഒരു വാക്ക് തർക്കം കേട്ടിരുന്നു, പക്ഷെ ആരോടാണെന്ന് കണ്ടില്ല എന്ന്. ഇതെല്ലാം കേട്ട മോർഗൻ എന്തോ മനസ്സിലായിട്ട് നേരെ കാരഡക്കിന്റെ അടുത്ത് ചെന്ന് മരണസമയം രാത്രി 11 മണിക്കാണെന്ന് പറയുന്നു. അപ്പൊ അവൻ നിനക്കത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ അന്ന് എല്ലാവരും ആ പാർട്ടിയിൽ പാട്ട് പാടിയത് കരോക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അതിന്റെ സമയമെല്ലാം ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡഡ് ആയിരുന്നു. മോർഗൻ അത് ചെക്ക് ചെയ്തിരുന്നു. അതിൽ പ്രകാരം വാൻഡ അവളുടെ പാട്ട് പാടിയത് 10:53 അപ്പോൾ എലൈൻ ഓഫീസിൽ ആരോടോ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ആ സമയത്തും ഓഫീസിൽ നിന്നും ഒച്ചപ്പാട് കേട്ടിരുന്നു. അപ്പോൾ സമയം 10:58. അതിനുശേഷം അമാൻഡ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് ഒരു സ്ലോ സോങ് ആണ് പാടിയത്. ആ സമയം ഓഫീസ് മുറിയിൽ നിന്നും യാതൊരുവിധ ശബ്ദവും കേട്ടില്ല. അപ്പോൾ സമയം 11:03. അങ്ങനെയാണെങ്കിൽ എലൈൻ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യത 10:58-നും 11:03-നും ഇടയിലുള്ള ഒരു സമയത്താണ് എന്ന് മോർഗൻ പറയുന്നു. അത് കേട്ട് കാരഡക്ക് അവൾ അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ട് മോർഗൻ സാമന്തിക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ ചെന്ന് കാണുന്നു. പക്ഷെ സാമന്തിക്ക് അപ്പോഴൊന്നും ഓർമ്മയില്ല. അവളല്ല എലൈനെ കൊന്നതെന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ മോർഗൻ അവളെയും വിളിച്ച് വാഷ്റൂമിൽ ചെന്ന് നിന്റെ പോക്കറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവളുടെ ഉടുപ്പിന് പോക്കറ്റ് ഇല്ല. അപ്പോൾ പോക്കറ്റ് ഇല്ലാത്ത സമയത്ത് നീ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വെക്കാറുണ്ടെങ്കിൽ അവിടെ നോക്കാൻ പറഞ്ഞപ്പോൾ സാമന്ത് അവളുടെ ബ്രായുടെ അകത്ത് തപ്പി അവിടെ നിന്നൊരു പേപ്പർ എടുക്കുന്നു. അത് വെറും പേപ്പർ അല്ലായിരുന്നു, പാസ്പോർട്ട് സൈസിലുള്ള 4 ഫോട്ടോകളായിരുന്നു. അതിൽ സാമന്തയുടെ ചുണ്ടിൽ ഭയങ്കര കട്ടിയിൽ ചുവന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട മോർഗൻ ഈ ലിപ്സ്റ്റിക് ആരുടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അടുത്ത സീനിൽ അവൾ കാരഡക്കിനെയും കൂട്ടി എലൈന്റെ കമ്പനിയിലെ സെക്യൂരിറ്റി ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ ആയിരുന്നു ആ ലിപ്സ്റ്റിക്. അവളെ ആ ഫോട്ടോ കാണിച്ചിട്ട് അന്ന് നടന്നത് സത്യസന്ധമായിട്ട് പറയാൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നത് അവളുടെ സെക്യൂരിറ്റി ജോലി ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പാർട്ടി നടക്കുമ്പോൾ അവൾക്ക് ഡെസ്കിൽ തന്നെയായിരുന്നു ജോലി. കുറെ കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് വന്ന എല്ലാവരുടെയും ലിസ്റ്റ് ആയി എന്ന് വിചാരിച്ച് അവളും പാർട്ടിയിലേക്ക് ചെല്ലുന്നു. 1-2 ഡ്രിങ്ക്സ് കഴിക്കുന്നു. അവൾക്ക് ശരിക്കും സാമന്തയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ സാമന്തയായിട്ട് കുറെ സമയം ചെലവഴിക്കുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു അത്. പിന്നീട് സാമന്ത വാഷ്റൂമിൽ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാഷ്റൂമിൽ നിന്നും വേറൊരു സ്ത്രീ ഇറങ്ങി പോകുന്നത് അവൾ കാണുന്നു. ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ. അവൾ നിൽക്കാൻ പറഞ്ഞ് വിളിച്ചെങ്കിലും ആ സ്ത്രീ നിൽക്കാതെ ലിഫ്റ്റിൽ കയറിപ്പോയി. അപ്പൊ കാരഡക്ക് ആ സ്ത്രീയുടെ അടയാളങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവൾ അത് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ ചതുരത്തിലുള്ള എന്തോ ഒരു പ്ലാസ്റ്റിക് ടേപ്പ് പോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ ഉടനെ അവളെ ഓഫീസിനകത്തേക്ക് കൊണ്ടുപോയി അവിടെ ബ്രോഷറിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയെ കാണിച്ചിട്ട് അതിലുള്ള സ്ത്രീയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അതേ എന്ന് പറയുന്നു. ആ സ്ത്രീയുടെ കയ്യിൽ അവൾ പറഞ്ഞതുപോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻസുലിൻ പമ്പാണ്, ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ മോർഗനും കാരഡക്കും ആ സ്ത്രീയുടെ അഡ്രസ്സിലേക്ക് പോകുന്നു. അവർ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഡാഫ്നി കാരഡക്കിനെ വിളിച്ചിട്ട് മരണസമയം 11 മണിയാണെന്നും അതേപോലെ ആ ട്രോഫിയിൽ നിന്നും ഫിംഗർ പ്രിന്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ മോർഗന്റെ ഊഹം ശരിയാണ്. അങ്ങനെ അവർ ആ വീടിനകത്തേക്ക് ചെല്ലുന്നു. ആ സ്ത്രീയുടെ പേര് കാർമൻ. അവരുടെ മകൻ എലൈന്റെ മരുന്ന് ഉപയോഗിച്ചിരുന്നു. അതാണ് ആ ബ്രോഷറിൽ അവരുടെ ഫോട്ടോ വന്നത്. മോർഗൻ ആ വീടിന്റെ അകത്ത് ആകെ ഒന്ന് നടന്ന് നോക്കുന്നുണ്ട്. അപ്പൊ കാരഡക്ക് കാർമനോട് നീ ആ പാർട്ടിയിൽ പോയിരുന്നല്ലേ, സെക്യൂരിറ്റി അത് കൺഫേം ചെയ്തിട്ടുണ്ട്, എന്തിനാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് അവൾ സഹകരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറയുന്നു. അത് കേട്ട മോർഗൻ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അധികം ആയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. കാരണം മേശപ്പുറത്ത് ടെമ്പററി പാർക്കിംഗ് പാസ് കിടക്കുന്നുണ്ട്. അതുപോലെ കാർമൻ ഒരു റീറ്റെയിൽ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഭർത്താവിന് ജോലിയൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയതെന്ന് മോർഗൻ ചോദിക്കുന്നു. മേശപ്പുറത്ത് കാർമന്റെ നെയിം ടാഗും അതുപോലെ ഭർത്താവിന്റെ അൺഎംപ്ലോയ്മെന്റ് ചെക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒന്നിനും ഉത്തരം പറയാൻ ഒരുക്കല്ലായിരുന്നു. അപ്പോഴാണ് മോർഗൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാർമൻ ഇത്രയും നേരം അവളുടെ കൈ ഉടുപ്പിന്റെ പോക്കറ്റിലാണ് ഇട്ടിട്ടുള്ളത്, പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ മോർഗൻ പോകാൻ എഴുന്നേറ്റിട്ട് അവളുടെ ബാഗ് കൊണ്ട് ടീപ്പോയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ ഗ്ലാസ് തട്ടിമറിച്ചിടുന്നു. അത് കണ്ട് പെട്ടെന്ന് കാർമൻ ആ ഗ്ലാസ് പിടിക്കാനായി അവളുടെ കൈ പോക്കറ്റിൽ നിന്നും പുറത്തെടുക്കുന്നു. അപ്പോഴാണ് കാണുന്നത് അവളുടെ കയ്യിൽ എന്തോ പറ്റിയതുപോലെ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ കാർമനെ പോലീസ് സ്റ്റേഷനിലേക്ക്
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് കാരഡക്ക് കാർമനോട് നിങ്ങൾ ശരിക്കും എലൈന്റെ മരുന്നിന് പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു, അല്ലാതെ അത് ഉപയോഗിച്ചിട്ടില്ല. കാരണം എലൈൻ അവളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഇതുപോലെ ഒരു സക്സസ് സ്റ്റോറി വേണം, അത് നിങ്ങൾ ചെയ്തു, അതിന് അവൾ നിങ്ങൾക്ക് പണം തന്നു. പക്ഷെ പിന്നീട് നിങ്ങൾ കൂടുതൽ പണം അവളോട് ചോദിച്ചു, അവൾ അതിന് തയ്യാറായില്ല. അങ്ങനെ നടന്നാണ് ബാക്കിയൊക്കെ എന്ന് പറയുന്നു. പക്ഷെ അത് കേട്ടിട്ടും കാർമൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നീട് ചീഫ് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല, ഇനി അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ലോയറെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഡാഫിനോട് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഡാഫിനി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോർഗന് സാമന്തയുടെ കമ്പ്യൂട്ടർ ഹിസ്റ്ററിയിൽ എന്തോ ടൈപ്പ് ചെയ്തതൊന്നും മനസ്സിലാവാതെ കിടന്നിരുന്നില്ലേ, അത് ഓർമ്മ വരുന്നത്. അപ്പോസ് അത് അവൾ അടിച്ച് പൂസായിരുന്നുകൊണ്ട് പറ്റിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അവൾ ടൈപ്പ് ചെയ്യാൻ കൈവച്ചത് ഒരു ബട്ടൺ വലത്തോട്ട് മാറിയാണെന്ന് പറയുന്നു. മോർഗൻ അവൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ഈ ലെറ്ററുകളുടെ എല്ലാം തൊട്ട് ഇടതുവശത്തുള്ള ബട്ടൺ ടൈപ്പ് ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയത് PFAS ലങ്സ് എന്നായിരുന്നു. അതായത് PFAS അഥവാ ഫോറെവർ കെമിക്കൽസ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. അതാണ് എലൈന്റെ ഓഫീസ് മുറിയിലെ ഭിത്തിയിൽ ഫോറെവർ എന്ന് എഴുതി വെച്ചത്. ഇതായിരുന്നു സാമന്ത സെർച്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ മോർഗൻ ഞാൻ കാർമനോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എലൈന്റെ പ്രോഡക്റ്റ് ഫോറെവർ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു, അതുമൂലം ആസ്മ ഉണ്ടാവും. ശരിക്കും എലൈന്റെ പ്രോഡക്റ്റുകളൊന്നും കുട്ടികൾക്ക് നല്ലതായിരുന്നില്ല. അങ്ങനെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു കാർമന്റെ മകൻ. പക്ഷെ അതുമൂലം അവൻ ആസ്മ പിടിപെട്ടു. അതുകൊണ്ടാണ് അവർ കാർമന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് അവൻ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാതെ മാറി നിന്നത്. പക്ഷെ ഇത് പുറത്തു പറയാതിരിക്കാൻ എലൈൻ കാർമന് പൈസ കൊടുത്തിരുന്നു. ആ പൈസക്കാണ് അവർ ആ പുതിയ വീട് വാങ്ങിച്ചത്. പക്ഷെ എന്തൊക്കെയായാലും അവൻ കാർമന്റെ സ്വന്തം മകനാണ്. എത്ര പൈസ മേടിച്ചാലും അവന്റെ ഈ അസുഖത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഈ സങ്കടം കാർമനെ വല്ലാതെ അലട്ടി. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് മോർഗൻ എന്റെ മകനാണ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാർമൻ എലൈന്റെ ഓഫീസിൽ നടന്നത് എന്തായാലും നീ അത് സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ പറഞ്ഞപ്പോൾ കാർമൻ സംസാരിക്കുന്നു. ആദ്യമൊക്കെ ആ പൈസ മേടിക്കാൻ കാർമൻ തയ്യാറായിരുന്നു. കാരണം അത് മകന്റെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഉപയോഗിക്കാൻ പറ്റി. പക്ഷെ എത്ര പൈസ മുടക്കിയിട്ടും അവന്റെ അസുഖം മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ വല്ലാതെ സങ്കടത്തിലും ദേഷ്യത്തിലുമായി. അതുകൊണ്ട് അവൾ ആ കമ്പനിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാർമൻ അന്ന് രാത്രി ആ ഓഫീസിലേക്ക് എത്തുമ്പോൾ കണ്ടത് അവിടെ നടക്കുന്ന പാർട്ടിയായിരുന്നു. പാട്ടും ഡാൻസും കുടിയും എല്ലായിട്ട് അവർ ആഘോഷിക്കുകയായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യം സഹിക്കാൻ പറ്റാതെ കാർമൻ നേരെ എലൈന്റെ ഓഫീസിലെത്തി അവളോട് സംസാരിക്കാൻ കാത്തിരുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്തോറും അവളുടെ ദേഷ്യം കൂടിക്കൂടി വന്നു. അങ്ങനെയാണ് അവൾ ഒരു മാർക്കർ എടുത്തിട്ട് ഭിത്തിയിൽ ഫോറെവർ എന്ന് എഴുതിയത്. എന്നിട്ട് അവിടെ സോഫയിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷി തലവണ കുത്തിക്കീറി. അപ്പോഴേക്കും എലൈൻ ഓഫീസിലേക്ക് എത്തി. അപ്പൊ കാർമൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട എലൈൻ കാർമൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്ത് നിന്നെ ഞാൻ അഴിയെണ്ണിക്കുമെന്ന് കാർമനോട് പറയുന്നു. മാത്രമല്ല അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസ തരുന്നത് നിർത്തിക്കും, അത് അവളുടെ ഭർത്താവ് എറിക്ക് എതിർത്താൽ കൂടി എന്ന് എലൈൻ പറയുന്നു. അപ്പോൾ എലൈന് സ്വാധീനം ഉണ്ടെന്ന് അറിയാവുന്ന കാർമൻ അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന എലൈന്റെ ഫോട്ടോയിൽ അവൾ ഇടിച്ചത്. അങ്ങനെയാണ് അതിലെ ഗ്ലാസ് പൊട്ടിയതും കാർമന്റെ കയ്യിൽ പരിക്ക് പറ്റിയതും. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചീഫും കാരഡക്ക് നിരാശയിലാവുന്നുണ്ട്. അപ്പോൾ കാർമനുമല്ല പിന്നെ ആരാണ്, മോർഗനും ഇതേ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവൾ കാർമനോട് നീ അവിടെ നിന്നും പോകാൻ നേരം ഏത് പാട്ടായിരുന്നു അവിടെ പാടിക്കൊണ്ടിരുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കാർമൻ ഒരു പാട്ടിന്റെ പേര് പറയുന്നു. അപ്പൊ ആ പാട്ടിന്റെ സമയം 10:15 ആണെന്ന് മോർഗൻ ഓർത്തെടുക്കുന്നു. അപ്പൊ മോർഗൻ നീ ഇപ്പോൾ പറഞ്ഞ കഥയ്ക്ക് ആരെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാർമൻ ഓർത്തിട്ട് ഞാൻ ബാത്റൂമിൽ വെച്ച് അടിച്ചു പൂസായ ഒരു പെൺകുട്ടിയായിട്ട് കൂട്ടുമുട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എലൈൻ എന്റെ മകനോട് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ അവളും വല്ലാതെ ടെൻഷനായി. പക്ഷെ അവൾ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഏതാണെന്ന് കാർമൻ പറയുന്നു. അത് സാമന്തയായിരുന്നു. അപ്പൊ ചീഫും കാരഡക്കും പരസ്പരം നോക്കുന്നുണ്ട്. പിന്നീട് കാരഡക്ക് സാമന്തയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോർഗൻ അത് സമ്മതിക്കുന്നില്ല. കാരണം കാർമൻ ഇപ്പോൾ പറഞ്ഞത് എലൈൻ അവളോട് പറഞ്ഞിരുന്നു അവളുടെ ഭർത്താവ് എറിക്ക് സമ്മതിച്ചില്ലെങ്കിലും കാർമൻ കിട്ടിക്കൊണ്ടിരുന്ന പൈസ തരുന്നത് അവൾ നിർത്തിക്കുമെന്നാണ്. അതിനർത്ഥം ആ പേയ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് എറിക്കായിരുന്നു. കാരണം അവൻ അവളുടെ ഇൻവെസ്റ്റർ ആണെന്ന് ആദ്യം അവൻ തന്നെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ എലൈൻ ഇങ്ങനെ ഫ്രോഡ് പരിപാടി ചെയ്യുന്നതിൽ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ അവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കണം. കാരണം പിടിക്കപ്പെട്ട ജയിലിൽ പോകും, അത് അവന് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ ആ കാരണം കൊണ്ട് അവന് ഒരുപക്ഷെ എലൈനെ കൊല്ലാൻ സാധ്യതയില്ലെന്ന് മോർഗൻ ചോദിക്കുന്നു. പക്ഷെ കാരഡക്കിന് അപ്പോഴും സാമന്തയെ തന്നെയാണ് സംശയം. പക്ഷെ അവളെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല, കാരണം അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന് മോർഗൻ വീണ്ടും പറയുന്നു. അപ്പൊ ചീഫ് എങ്കിൽ എറിക്കിനെ പോയി കണ്ട് കാർമൻ കൊടുത്ത പേയ്മെന്റുകളെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. അങ്ങനെ കാരഡക്കും മോർഗനും എറിക്കിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. അവൻ പറയുന്നത് എലൈന്റെ മരുന്നിന്റെ ആദ്യത്തെ ടെസ്റ്റിന് എത്തുന്നത് കാർമന്റെ മകനായിരുന്നു. ആദ്യത് സക്സസ് ആയി, പക്ഷെ പിന്നീട് സൈഡ് എഫക്റ്റുകൾ വന്നു തുടങ്ങി. അപ്പൊ ആരോഗ്യ വിഭാഗം അതിനെതിരെ അന്വേഷണം നടത്തിയില്ല എന്ന് കാരഡയ്ക്ക് വെച്ചപ്പോൾ അവരുടെ മരുന്ന് ഹോമിയോപ്പതിക്കാണ്, അതുകൊണ്ട് FDA അപ്രൂവൽ വേണ്ടായിരുന്നു എന്ന് എറിക്ക് പറയുന്നു. അതുപോലെ അവരുടെ പുതിയ പ്രൊഡക്റ്റ് ശരിക്കും ലോഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടില്ലായിരുന്നു. പക്ഷെ എലൈൻ അത് സമ്മതിച്ചില്ല. അവൾ ഓൾറെഡി ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ ഡീൽ നടത്തിയിരുന്നു. എറിക്ക് അവളെ തടയാൻ ശ്രമിച്ചെങ്കിൽ അത് നടന്നില്ല. അതേസമയം തന്നെ എറിക്കും മരുന്നിന്റെ സൈഡ് എഫക്റ്റുകൾ തടയാൻ പറ്റുമോ എന്ന് വേറെ മരുന്ന് നിർമ്മാതാക്കളെ കണ്ട് സംസാരിച്ച് അവന്റെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എറിക്ക് ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൾ ചെയ്യുന്ന കാര്യത്തോട് മാത്രമായിരുന്നു അവൻ എതിർപ്പ്. അപ്പൊ അവനും ആയിരിക്കില്ലേ എലൈനെ കൊന്നതെന്ന് മനസ്സിലാക്കിയ കാരഡക്കും മോർഗനും തിരിച്ചു പോകുന്നു. പിന്നീട് ഓഫീസിൽ വെച്ച് മോർഗൻ എലൈൻ അവളുടെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എലൈൻ പറയുന്നത് അവൾക്കൊരു മരുമകൾ ഉണ്ടായിരുന്നു, അതായത് സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് അവൾക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടായി. അതുമൂലം ശ്വാസമുട്ടലും വന്നു. അപ്പോൾ അവൾ വീട്ടിലുണ്ടായിരുന്ന കസു എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിൽ 1-2 തുള്ളി ആയുർവേദ ഓയിൽ ഒഴിച്ച് അത് ഊതി ശബ്ദം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ഐഡിയ ഫലിച്ചു. അങ്ങനെ കുഞ്ഞിന് ആശ്വാസമായി. അവിടെ നിന്നാണ് അവൾക്ക് ഈ പുതിയ മരുന്നിന്റെ ഐഡിയ കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് മോർഗൻ ടെൻഷനായി. ഇവൾ എന്തെല്ലാം പച്ചക്കള്ളമാണ് ഈ പറയുന്നത്
എന്ന് സ്വയം പറഞ്ഞപ്പോഴേക്കും ടോം അങ്ങോട്ട് വന്ന് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു, ഈ മേശപ്പുറം ക്ലീൻ ചെയ്തിട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പോൾ ഇറങ്ങുകയാണോ എന്ന് മോർഗൻ ചോദിക്കുന്നു. ടോം വൈകിട്ട് ഒരു നഴ്സിംഗ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അവനൊരു നേഴ്സ് ആവാനാണ് ഇഷ്ടം, അപ്പൊ ഈ ജോലി ഒരു ടെമ്പററി മാത്രമാണെന്ന് ടോം പറയുന്നു. അപ്പൊ മോർഗൻ അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോളൂ, ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അവൻ ബൈ പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. മോർഗൻ വീണ്ടും ആ വീഡിയോ കാണുന്നു. അപ്പോൾ അതിൽ എലൈൻ അവളുടെ മരുമകളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അപ്പോഴാണ് ഒരു കാര്യം മോർഗൻ ഓർമ്മ വരുന്നത്. അവർ ആദ്യം എറിക്കിനെ കാണാൻ ചെന്നപ്പോൾ അവരുടെ വീട്ടിലെങ്ങും എലൈൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മരുമകളുടെ ഫോട്ടോ ഒന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ മോർഗൻ ടോമിനോട് നിനക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അവൾ കാരണം നീ ഭയങ്കര പണക്കാരനും ഫേമസും ആയെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ എങ്കിലും നീ വീട്ടിൽ സൂക്ഷിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു മരുമകനുണ്ട്, ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ അടുത്ത് അവന്റെ ഇഷ്ടം പോലെ ഫോട്ടോയും ഉണ്ടെന്ന് ടോം പറയുന്നു. അപ്പൊ മോർഗൻ അവളുടെ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ടോം ഫോട്ടോ കണ്ടിട്ട് കുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ അല്ല ഫോട്ടോ എന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, പ്രത്യേകിച്ച് ആ ആയുർവേദ മരുന്നിന്റെ കാര്യം. കാരണം എലൈൻ അവളുടെ പുതിയ മരുന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് വരെ ഇംഗ്ലീഷ് മരുന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അവൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ആയുർവേദ മരുന്നുകൾ ചൈനീസ് മരുന്നുകളാണ്, എന്തുകൊണ്ട് അവൾ വെസ്റ്റേൺ നാട്ടിൽ ഉപയോഗിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചില്ല എന്ന് ചോദിക്കുന്നു. അപ്പൊ ടോം അവളുടെ ഒപ്പം അക്യുപഞ്ചർ ചെയ്യുന്ന ആരെങ്കിലും കാണും എന്ന് പറഞ്ഞപ്പോഴാണ് മോർഗൻ ഓർമ്മ വരുന്നത് എലൈന്റെ ആദ്യത്തെ അസിസ്റ്റന്റ് ആയിരുന്ന നീനയുടെ പുറത്ത് കപ്പിംഗ് ചെയ്ത മാർക്ക് ഉണ്ടായിരുന്നു. നീനയ്ക്ക് ചൈനീസ് ആയുർവേദ മരുന്നുകളെ കുറിച്ച് അറിയാം, കൂടാതെ അവൾക്കൊരു മകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നീനയാണ് അവളുടെ മകൾക്ക് വേണ്ടിയിട്ട് ആ കസു ഐഡിയ ചെയ്തത്. ആ കാര്യം അവളുടെ ബോസായ എലൈനോട് അവൾ പറഞ്ഞു. എലൈൻ അത് മരുന്നാക്കി. അപ്പൊ നിന്റെ ഐഡിയയിൽ ഉണ്ടായ ഒരു കാര്യം വേറൊരാൾ അതൊരു നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം ജനങ്ങൾ അപകടത്തിലേക്ക് തള്ളിവിട്ട് കോടികൾ സമ്പാദിച്ചാൽ നിനക്ക് എങ്ങനെ ഇരിക്കുന്നു മോർഗൻ ടോമിനോട് ചോദിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ നീനയെ കാരഡയ്ക്ക് ചോദ്യം ചെയ്യാണ്. അപ്പൊ അവൾ പറയുന്നത് എലൈൻ ആ വീഡിയോയിൽ അവൾ അവളുടെ മരുമകൾക്ക് ചെയ്തു എന്ന് പറഞ്ഞ ആ പച്ചമരുന്ന് കഥ ശരിക്കും നീന അവളുടെ മകൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. പക്ഷെ നീന തന്നെയാണ് അത് എലൈനോട് പറഞ്ഞത്. അങ്ങനെ നീന കൊടുത്ത ഐഡിയ കൊണ്ട് അവൾ മരുന്നുണ്ടാക്കി. പക്ഷെ അതിന് പകരമായിട്ട് നീനയ്ക്ക് എലൈൻ പൈസ കൊടുത്തിരുന്നു. അപ്പൊ കാരഡയ്ക്ക് മരണം നടന്ന അന്ന് രാത്രി 11 മണിക്ക് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയിരിക്കാം എന്ന് നീന പറയുന്നു. അപ്പൊ കാരഡയ്ക്ക് അവൾ സംശയിക്കുന്ന രീതിയിൽ നോക്കുന്നുണ്ട് നീന ഞാനല്ല എലൈനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് എലൈനെ കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയുന്നത് ഞാനും കേട്ടിരുന്നു, പക്ഷെ അവൾ നല്ലത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ എലൈന്റെ കുറെ നല്ല വശങ്ങൾ പറയുന്നുണ്ട്. പറയുമ്പോൾ അവൾ അറിയാതെ തന്നെ പുഞ്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന മോർഗൻ ചീഫിനോട് ആ ചിരി കണ്ടിട്ട് അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് പറയുന്നു. കാരണം ആ ചിരിയിൽ സത്യസന്ധത ഉണ്ടായിരുന്നു. അപ്പൊ നീന എന്റെ സുഹൃത്ത് അവൾ നടത്തിയ പാർട്ടിയുടെ ഇടയിൽ അവളുടെ ഓഫീസിൽ വെച്ച് അവൾക്ക് തന്നെ കിട്ടിയ ട്രോഫി കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാരഡയ്ക്ക് പെട്ടെന്ന് നീനയോട് നീ ഇവർക്കും തമ്മിൽ എത്ര നാളായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് ചോദിക്കുന്നു. അത് കേട്ട് മോർഗനും നീനയും ഒരേപോലെ ഞെട്ടുന്നുണ്ട്. അപ്പൊ കാരഡയ്ക്ക് എലൈൻ എങ്ങനെ മരിച്ചു എന്നറിയാവുന്ന ആളുകൾ ഒന്ന് അവളുടെ കൊലപാതകയും പിന്നെ എലൈന്റെ ഭർത്താവായ എറിക്കുമാണ്. എറിക്കിനോട് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒന്നില്ലെങ്കിൽ നീയാണ് ആ കൊലപാതകി, അല്ലെങ്കിൽ എറിക്കുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പൊ നീന ഞാനും എറിക്കും പുതിയ പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്ട് ഒഴിവാക്കാനായിട്ട് ഒരുമിച്ച് വഴി തേടുകയായിരുന്നു, ഒപ്പം എലൈനെ നേർവഴിക്ക് കൊണ്ടുവരാനും. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്ന് പറയുന്നു. അപ്പൊ അന്ന് രാത്രി എറിക് നിന്റെ അടുത്ത് ഹോട്ടലിലേക്ക് വന്നായിരുന്നു എന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ എന്ന് നീന പറയുന്നു. അപ്പൊ ചീഫ് ഹോട്ടലിൽ അതേക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞെങ്കിലും അവർ രണ്ടുപേരും അല്ല കൊലപാതകി എന്ന് തോന്നി വീണ്ടും സാമന്തയെ സംശയിക്കുന്നു. പക്ഷെ മോർഗൻ അപ്പോഴും സാമന്തയാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നില്ല. അവള് കേസ് ബോർഡിന് മുമ്പിലെത്തി അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എലൈൻ ഒരു ക്യാഷ് ചെക്ക് അന്ന് രാത്രി ആർക്കോ എഴുതിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ആർക്കാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മോർഗൻ അതിന്റെ കോപ്പി ഒട്ടിച്ചു വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഡാഫ്നി സാമന്തയെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അവളെ കണ്ട് മോർഗൻ ടെൻഷനായി ചീഫിനോട് നമുക്ക് കുറച്ച് സമയം കൂടി അവൾക്ക് കൊടുത്തുകൂടെ, ആ ചെക്ക് എലൈൻ ആർക്കാണ് എഴുതിയത് എന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏത് ചെക്ക് എന്ന് സാമന്ത ചോദിക്കുന്നു. അപ്പൊ മോർഗൻ ആ $45,621 ക്യാഷ് ചെക്കിനെ കുറിച്ച് അവളോട് പറയുന്നു. അത് കേട്ട് സാമന്ത പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടുന്നു. കാരഡയ്ക്ക് മോർഗൻ അവളുടെ പുറകെ ചെല്ലുന്നു. എന്നിട്ട് മോർഗൻ വാഷ്റൂമിന്റെ അകത്തേക്ക് ചെല്ലുന്നു. കാരഡയ്ക്ക് പുറത്ത് നിൽക്കുന്നു. അകത്ത് സാമന്ത ഛർദ്ദിക്കുകയായിരുന്നു. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് മോർഗനോട് ആ എമൗണ്ട് എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ ബാക്കി അടയ്ക്കാനുള്ള തുകയാണെന്ന് പറയുന്നു. അത് കേട്ട് മോർഗൻ നിരാശയിലാകുന്നുണ്ട്. അപ്പൊ അന്ന് രാത്രി എലൈൻ ആ ചെക്ക് സാമന്തയ്ക്കാണ് എഴുതിയത്. എന്റെ ജീവിതം തീർന്നു എന്ന് സാമന്ത കരഞ്ഞു പറഞ്ഞപ്പോൾ മോർഗൻ അവളെ കെട്ടിപ്പിടിച്ച് ചില സമയത്ത് നല്ല ആളുകളും ചീത്തക്കാര്യങ്ങളും ചെയ്തു പോകും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് മോർഗൻ കേസ് ബോർഡിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരഡയ്ക്ക് വന്ന് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ സാമന്ത ആയിരിക്കരുത് അത് ചെയ്തത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അവൾ സാമന്തയുടെ ഫോട്ടോ ബോർഡിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് സാമന്ത പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത്. എലൈൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തോ ഭയങ്കര രഹസ്യ സ്വഭാവമുള്ള ഒരാളെ മാറിയിരുന്നു. വാതിലിന് പുതിയ ലോക്ക് എല്ലാം വെച്ചു, എല്ലായിടത്തും അവളുടെ കണ്ണും കാതും വേണമെന്ന പോലെയായിരുന്നു എന്ന കാര്യം. മോർഗൻ ഉടനെ തന്നെ കാരഡയ്ക്കിനോട് നമുക്ക് എലൈന്റെ ഓഫീസ് വരെ പോകണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് എലൈന്റെ ഓഫീസിൽ മേശയുടെ പുറകിലുള്ള ഒരു കണ്ണാടി കാണിച്ചിട്ട് അവൾ എന്തിനായിരിക്കും ഇത് ഇവിടെ വെച്ചത് എന്ന് ചോദിച്ച് മോർഗൻ അവളുടെ വിരൽ വെച്ച് നോക്കിയപ്പോൾ റിഫ്ലക്ഷനിൽ ഗ്യാപ്പ് ഇല്ല, അതായത് അതൊരു 2-way മിററാണ്. അപ്പൊ മോർഗൻ പെട്ടെന്ന് അവളുടെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ആ മിററിൽ പരിശോധിച്ചപ്പോൾ അതിന്റെ പുറകിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ഓഫീസ് മുറിയിൽ നടക്കുന്നതെല്ലാം ആ ക്യാമറയിൽ റെക്കോർഡഡ് ആയിരുന്നു. അങ്ങനെ അവർ പിന്നീട് സാമന്തയുടെ അടുത്തെത്തുന്നു. എന്നിട്ട് അവിടെ അന്ന് രാത്രി നടന്നത് എന്താണെന്ന് പറയുന്നു. സാമന്ത കാർമനെ കണ്ട് അവളുടെ മകൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞതിന് ശേഷം ടെൻഷനായി എലൈന്റെ അടുത്തെത്തി അവൾ ജോലി രാജിവെക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ കാരണം അറിഞ്ഞ എലൈൻ സാമന്ത പുറത്ത് ആരോടും പോയി ആ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ആ ക്യാഷ് ചെക്ക് കൊടുത്തത്. പക്ഷെ സാമന്ത അത് സമ്മതിക്കാതെ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പക്ഷെ അത് കേട്ട് ദേഷ്യം കയറി
എലൈൻ ഒരു ഭ്രാന്തിയെ പോലെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു കത്രിയെടുത്ത് സാമന്തയെ ആക്രമിക്കുന്നു. കസേരയിലേക്ക് മറിഞ്ഞു വീണ സാമന്തയെ കുത്താമെന്ന എലൈനെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ ചവിട്ടി തെറിപ്പിച്ചപ്പോൾ എലൈൻ ചെന്ന് വീണത് മേശപ്പുറത്തിരുന്ന ട്രോഫിയുടെ മുകളിലായിരുന്നു. അങ്ങനെ ട്രോഫി വയറ്റിൽ കുത്തിക്കേറി എലൈൻ താഴെ വീണ് മരിച്ചു പോകുന്നു. എലൈനെ ചവിട്ടി തെറിപ്പിക്കുന്നതിന്റെ ഇടയിൽ സാമന്തയുടെ തല ടീപ്പോയിൽ ഇടിച്ചിരുന്നു. അങ്ങനെയാണ് അവളുടെ ബോധം പോയത്. അങ്ങനെ സെൽഫ് ഡിഫൻസിന്റെ ഇടയിൽ സംഭവിച്ച മരണമായതുകൊണ്ട് നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞ് കാരഡക്ക് അവളുടെ കയ്യിലെ വിലം കഴിച്ചു മാറ്റുന്നു. അങ്ങനെ ആ കേസ് ക്ലോസ് ആയി. അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് അവരെല്ലാവരും ഇറങ്ങുന്നു. അപ്പോൾ ആ രാത്രി ആഘോഷിക്കാൻ ബാറിലേക്ക് വരുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും പോകുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്ത് അവൾ ഒരു പാക്കറ്റ് ചിപ്സ് എടുത്തിട്ട് അതിൽ എണ്ണമെഴുക്ക് കയ്യിലാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഡോറിൽ അവളുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ടിട്ട് പോകുന്നു. അതെന്തിനാണെന്ന് മനസ്സിലായോ? ക്രഷ് വന്നിരിച്ച്. എന്നിട്ട് അവൾ നേരെ ചെല്ലുന്നത് ബാറിലേക്ക് തന്നെയാണ്. അവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ വരില്ല എന്ന് പറഞ്ഞിട്ട് നീ വന്നല്ലേ എന്ന് ചോദിച്ച് കാരഡക്ക് നിനക്ക് ആ ഒരു ഡ്രിങ്ക് പറയാന്ന് പറഞ്ഞ് കൗണ്ടറിലേക്ക് ചെല്ലുന്നു. മോർഗൻ അവന്റെ പുറകെ ചെല്ലുന്നു. അവിടെ വെച്ച് അവൻ അവളോട് എറിക് ആ മരുന്നുകൾ ഒന്നും തന്നെ വിപണിയിൽ ഇറക്കല്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങോട്ടത്തെ ചീഫിനോട് ഞാൻ ഒരുപാട് ജോലിയിൽ നിന്നും നിർത്തി പോന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഈ ജോലിയിൽ നിന്നും പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ മെയിൻ കാരണം നിങ്ങളാണ്. നിങ്ങൾ നല്ലൊരു ബോസാണ്, താങ്ക് യു എന്ന് പറയുന്നു. അത് കേട്ട് ചീഫിന് സന്തോഷമാകുന്നു. അങ്ങനെ അവർ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ആ രാത്രി ആഘോഷിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.